ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. സാധാരണ നമ്മുടെ വീടുകളിലെല്ലാം വിശേഷ അവസരങ്ങളുണ്ടാകുമ്പോൾ മിക്കവാറും ചിക്കൻ കൊണ്ടുള്ള വിഭവങ്ങളാണ് കൂടുതലായിട്ട് തയ്യാറാക്കുന്നത്. പിന്നെ റെഡ് മീറ്റ് പറഞ്ഞാൽ മട്ടൺ പോലെയുള്ള വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്, എന്നാലും കൂടുതൽ ഉണ്ടാക്കുന്നത് ചിക്കനാണ്. അതേസമയം ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് എന്താണെന്ന് ചോദിച്ചാൽ അത് മത്സ്യം തന്നെയാണ്. അപ്പോൾ മത്സ്യം കൊണ്ടുള്ള വ്യത്യസ്തമായ വിഭവങ്ങളും പരീക്ഷിക്കണ്ടേ? പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കരിമീൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതും വിശേഷ അവസരങ്ങളിൽ അല്ലെങ്കിൽ വീട്ടിൽ അതിഥികൾ വരുമ്പോൾ അത്തരം അവസരങ്ങളിലാണ് കൂടുതലായിട്ടും കരിമീൻ വാങ്ങുന്നതും തയ്യാറാക്കുന്നത്. അപ്പോൾ നാടൻ രീതിയിൽ നമ്മൾക്കൊരു റോസ്റ്റ് ഉണ്ടാക്കിയാലോ? കരിമീൻ കൊണ്ടൊരു റോസ്റ്റ്, അതൊരു മസാല റോസ്റ്റ്, മസാലയിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു റോസ്റ്റ്, നാടൻ റോസ്റ്റ്. അപ്പോൾ കരിമീൻ മസാല റോസ്റ്റ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കരിമീൻ 1 കിലോ കഴുകി വൃത്തിയാക്കിയെടുത്തത്. അരപ്പിന് വേണ്ട ചേരുവകൾ: വറ്റൽമുളക് 25 എണ്ണം വെള്ളത്തിൽ കുതിർത്തത്, വെളുത്തുള്ളി 10 വലിയ അല്ലി, ചെറിയ ഉള്ളി 8 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുഴുവൻ കുരുമുളക് 1/2 ടീസ്പൂൺ, വിനാഗിരി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കടുക് 1/2 ടീസ്പൂൺ. ഇനി മറ്റു ചേരുവകൾ: വെളിച്ചെണ്ണ 1/2 കപ്പ്, സവാള 1 ചെറുതായി അരിഞ്ഞത്, ചെറിയ ഉള്ളി അരിഞ്ഞത് 1/4 കപ്പ്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 4 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കരിമീൻ കഴുകി വൃത്തിയാക്കി നന്നായിട്ട് ഉരച്ച് കഴുകി വരഞ്ഞ് വയ്ക്കുക. അപ്പോൾ വലിയ കരിമീനാണെങ്കിൽ 2 എണ്ണം, ഒരു ഇടത്തരം സൈസിലാണെങ്കിൽ ഒരു 4 എണ്ണം വരെ എടുക്കാം. അപ്പോൾ ഞാനൊരു 4 കരിമീനാണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിന് അരപ്പിന് വേണ്ട കാര്യങ്ങൾ: വറ്റൽമുളക് ഒരു 25 എണ്ണം വെള്ളത്തിൽ കുതിരാനായിട്ടിടുക. ഇത് വറ്റൽമുളകെന്ന് പറയുമ്പോൾ സാധാരണ വറ്റൽമുളകാകാം, അതല്ല എന്നുണ്ടെങ്കിൽ പിരിയൻ മുളകായാലും മതിയാകും. ഇനി 7-8 ചെറിയ ഉള്ളി, കൊച്ചുള്ളി, പിന്നെ ഒരു വലിയ കുടം അല്ലെങ്കിൽ ഒരു ഫുൾ വെളുത്തുള്ളി, ഒരു എണ്ണം പറയുകയാണെങ്കിൽ ഒരു 10 വലിയ അല്ലി വെളുത്തുള്ളി. ഇത്രയും കാര്യങ്ങൾ കൂടാണ്ട് ഒരു 1/2 ടീസ്പൂൺ കടുക്, പിന്നെന്താണ് വേണ്ടത്, ഒരു 1/2 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്, പൊടിയല്ല കുരുമുളക്, 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആയാലും കുഴപ്പമില്ല. പിന്നെ ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി. ഇത്രയും കാര്യങ്ങൾ ആയിക്കഴിഞ്ഞു. ഇനി ഇത് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം. മിക്സി ഉപയോഗിച്ചിട്ട് അരയ്ക്കാം, അല്ലെങ്കിൽ അരകല്ലിൽ വെച്ചിട്ട് വേണമെങ്കിലും അരച്ചെടുക്കാം. അപ്പോൾ ഇതൊരു പേസ്റ്റ് രൂപത്തിലാണ് അരയ്ക്കേണ്ടത്. വെള്ളത്തിന് പകരം നമ്മൾ വിനാഗിരി തൊട്ടാണ് അരയ്ക്കുന്നത്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി. അപ്പോൾ നമ്മളുടെ അരപ്പ് ഇവിടെ അരച്ചെടുത്ത് കഴിഞ്ഞു. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ കല്ല് കഴുകി ഒരല്പം വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു കുഴമ്പാക്കി എടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിരിക്കുന്ന കരിമീൻ 4 എണ്ണമാണ് എൻ്റെ കസ്റ്റഡിയിലുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ടാണ് അരയ്ക്കേണ്ടത്. ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല, ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ഈ അരപ്പിൻ്റെ പകുതി ഭാഗത്തോളം എടുത്തിട്ട് നമ്മൾ ഈ മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ കരിമീൻ ഓരോന്നായിട്ട് എടുക്കാം. എന്നിട്ട് ഇങ്ങനെ വരഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്കെല്ലാം അരപ്പ് കയറുന്ന രീതിയിൽ അതിൻ്റെ വയറിൻ്റെ ഭാഗത്തും എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പുരട്ടി കൊടുക്കാം. ഏകദേശം നമ്മൾ പകുതിയോളം അരപ്പിങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇങ്ങനെ അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മീൻ, ഇത് ഫുള്ളായിട്ടാണ്, മുറിച്ച കഷ്ണങ്ങളല്ല, കാണുന്നുണ്ടല്ലോ. ഈ അരപ്പ് പിടിക്കാനായിട്ട് ഒരു മണിക്കൂറെങ്കിലും മാറ്റി വെച്ചാൽ ഏറ്റവും നല്ലത്, സമയമുള്ളതുപോലെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറെങ്കിലും മാറിനേറ്റ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ശരിക്കും നന്നായിട്ട് മസാലയൊക്കെ മീനിൻ്റെ ഉള്ളിലേക്ക് പിടിക്കും. തൽക്കാലം നമുക്ക് കുറച്ച് അരമണിക്കൂർ സമയം കഴിഞ്ഞു. നമ്മളുടെ മീൻ ഇങ്ങനെ മസാലയിൽ പൊതിഞ്ഞ് മാറിനേറ്റഡ് ആയിരിക്കുവാണ്. ഇനി അടുപ്പ് കത്തിക്കാം. എന്നിട്ട് ഒരു പരന്ന ഫ്രൈയിങ് പാൻ അല്ലെങ്കിൽ ഒരു സോസ് പാൻ ഏതെങ്കിലും ഒന്ന് വയ്ക്കുക. എന്നിട്ടൊരു 1/2 കപ്പ് വെളിച്ചെണ്ണ, വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ. ഇത് ഷാലോ ഫ്രൈ ആണ്, വറുത്ത് പോരുമല്ല. എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമ്മളുടെ മീനിങ്ങനെ മസാലയിൽ പൊതിഞ്ഞിരിക്കുമല്ലോ, അതിലേക്ക് കുറച്ച് മുട്ടയുടെ വെള്ളയും കൂടി യോജിപ്പിക്കും, ചേർത്ത് കൊടുക്കുക. ഒരു 1/2 മുട്ടയുടെ വെള്ളം.
എഗ് വൈറ്റും കൂടി ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം. ഒരു ചെറിയൊരു കോട്ടിംഗ് പോലെയാണ് ഈ മുട്ടയുടെ വൈറ്റ്. ഇതിൽ എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആദ്യം നമുക്ക് കറിവേപ്പില, ഒരു 2-3 കറിവേപ്പില മുഴുവനായിട്ട് ഇടാം. എന്നിട്ട് മീനിൻ്റെ പീസസ് ഇനി പാത്രം ഒന്ന് അടച്ചിടാം. ആ സ്റ്റീം കൊണ്ട് ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വേകും. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് അടപ്പ് മാറ്റിയിട്ട് നമ്മൾ ഒരു സൈഡ് തിരിച്ചിടുന്നു. അപ്പോൾ ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറാവും. ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് മറു സൈഡും പാകത്തിന് മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ കരിമീൻ എണ്ണയിൽ നിന്നും മാറ്റാം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് സമയം കഴിഞ്ഞു. ഒരു 7 മിനിറ്റ്സ് എന്ന് വെക്കാം നമുക്ക്. ഇനി നമുക്ക് അടപ്പ് മാറ്റാം. അപ്പോൾ ഈ കരിമീനെല്ലാം ഇങ്ങനെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല എന്താ പറയുക, അതിങ്ങനെ വലുതാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് നിറം മാറി തുടങ്ങിയോ എന്ന് നോക്കാം. ഒരു ഭാഗത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി വരും. ചെറുതായിട്ട് മൂത്ത് തുടങ്ങി. എല്ലാ മീനും നമുക്കിങ്ങനെ തിരിച്ചിടാം. എന്തിനാണ് ആദ്യമേ കറിവേപ്പില നമ്മൾ എണ്ണയിലിട്ടത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം, അങ്ങനെയാണെങ്കിൽ മീൻ അടിയിൽ പിടിക്കില്ല. ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എണ്ണയിൽ കറിവേപ്പില ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മീൻ നിരത്തുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഈ പാത്രത്തിൽ ഒട്ടി പിടിക്കാണ്ട് മീനിനെ മറിച്ചിടാൻ സാധിക്കും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്ത ടെക്നിക്ക്. ഇനി ഈ സൈഡ് മറു സൈഡും കൂടി ഒന്ന് മൂക്കട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റും. അടുത്തതായിട്ട് ഇതേ എണ്ണയിൽ തന്നെ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. ഇനി വീണ്ടും തീ കൂട്ടി കൊടുക്കാം. അപ്പം നമ്മൾ വളരെ നാടനായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ തന്നെ ചെയ്യണം, നല്ല വെളിച്ചെണ്ണയിൽ. പിന്നെ ഇങ്ങനത്തെ നാടൻ കാര്യങ്ങൾ. ഇനി പച്ചമുളക്, ഒരു 4 വലിയ പച്ചമുളക്, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞത്. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ, അപ്പോൾ 1/2 കപ്പ് എണ്ണയാണ് നമ്മൾ ആദ്യം ഒഴിച്ചത്. ആ എണ്ണയിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ സാധിക്കും. എണ്ണ കൂടുതലായിട്ട് തോന്നിയാൽ വേണമെങ്കിൽ അല്പം മാറ്റിക്കോളൂ, ഇല്ലെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം. ഇനി ഇതിനോടൊപ്പം ചെറിയ ഉള്ളി 1/2 കപ്പ് നീളത്തിനരിഞ്ഞത്, കൊച്ചുള്ളി എന്ന് പറയുന്നത് നമ്മുടെ നാടൻ വിഭവങ്ങളുടെ ഒരു എന്താ പറയുക, ഒഴിച്ചുകൂടാനാകാത്തൊരു ചേരുവ. 3 കാര്യങ്ങൾ കൊണ്ട് വരുമ്പോൾ ഒരു മണം വളരെ വ്യത്യസ്തമാണ്. ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി. ഇനി ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്. അപ്പോൾ സവാള ഒരു ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത്. അപ്പോൾ ഇച്ചിരി കൂടെ ബോഡി ഉണ്ടാകും, അതായത് കുറച്ചുകൂടി ഒരു അരപ്പ് കിട്ടാനാണ് നമ്മൾ സവാളയും കൂടി ചേർത്ത്. അല്ലെങ്കിൽ അത്രയും കൂടി ചെറിയ ഉള്ളി ചേർത്താൽ മതി. ഇപ്പോൾ നമ്മളൊരു 1/2 കപ്പ് ചെറിയ ഉള്ളി ചേർത്തു, അല്ലെങ്കിൽ ഒരു 1.5 കപ്പോളം ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ അത് കുറച്ച് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ചെറിയ ഉള്ളി 1/2 കപ്പും ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് ഒരു 1/2 കപ്പ് അതും കൂടി ചേർത്ത്. ഇനി കറിവേപ്പില, ഫ്രഷായിട്ടുള്ള കറിവേപ്പില കുറച്ച് ചേർക്കാം. ധാരാളം കറിവേപ്പില, അതും നാടൻ വിഭവങ്ങളുടെ പ്രത്യേകതയാണ്. ഇത് മീൻ വറുത്ത എണ്ണയാണ്, അപ്പോൾ അതിൻ്റേതായ ഒരു മണമുണ്ട്. മീനിൻ്റെ സത്തിറങ്ങിയ എണ്ണയാണ്. വേണമെങ്കിൽ ഒരു അല്പം ഉപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടാനും അല്പം പേരിന് വേണ്ടി മതി. കാര്യം നമ്മളുടെ അരപ്പിൽ ധാരാളമായിട്ട് ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ മീനിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഇത് ഉള്ളിക്ക് ആവശ്യമുള്ള ഉപ്പ്, അത്രേ ഉള്ളൂ. ഇനി ഉള്ളിയുടെയൊക്കെ നിറം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിൻ്റെ ഏകദേശം ഒരു പകുതിയോളം ബാക്കിയുണ്ട്. പകുതിയല്ല, പകുതിയെക്കാട്ടിൽ ഇച്ചിരി ഉണ്ട്. ഒരു പകുതിയോളം നമ്മൾ മീനിൽ പുരട്ടിയിട്ടുണ്ട്. ബാക്കി റെഡി ആയിരിക്കും. ഇത് വിനാഗിരി എല്ലാം ചേർത്ത് അരച്ച അരപ്പാണ്. വറ്റൽമുളക്, പിന്നെന്താ കുരുമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കണം. വിനാഗിരി തൊട്ട് അരച്ചെടുക്കണം.
നമ്മുടെ കരിമീൻ മസാല റോസ്റ്റിൻ്റെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. കരിമീനും ഇവിടെ റോസ്റ്റ് ആയിരിക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. അതെങ്ങനെയാണ്? നന്നായിട്ട് ഈ മസാല നമ്മുടെ കരിമീനിൽ പൊതിഞ്ഞിരിക്കുന്ന രീതിയിലൊന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ മസാല കുറച്ച് എടുക്കുക, എന്നിട്ട് ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ ആദ്യം ഒരു സൈഡ് തേച്ച് വയ്ക്കുക. കവറായാലോ. ഇനി ഇത് തിരിച്ചിടുക. ഈ മീനെ തിരിച്ച് വയ്ക്കാം. രണ്ട് സൈഡിലും മസാല ഉണ്ടാകണം, അതാണ് നമുക്ക് ആവശ്യം. ഇങ്ങനെ നന്നായി പൊതിഞ്ഞ് വയ്ക്കുക. കരിമീൻ ഇങ്ങനെ മസാലയിൽ പൊതിഞ്ഞിരിക്കുകയാണ്. ഈ രീതിയിൽ ഈ മസാല മുഴുവനും നമ്മൾ കരിമീനിൽ തേച്ച് പിടിപ്പിക്കും. അങ്ങനെ എല്ലാ മീനിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ മസാല ഇങ്ങനെ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞു. ഇനി കൂടുതൽ മസാല ഉണ്ടെങ്കിൽ എല്ലാ മീനിലേക്കും ഈക്വലായിട്ട് കിട്ടുന്ന രീതിയിൽ ഒരുപോലെ ബാക്കി ഭാഗങ്ങളും കൂടി കവർ ചെയ്യുക. ഇനി കവർ ചെയ്യാൻ ബാക്കിയൊന്നും ഇല്ല, എല്ലാ ഭാഗവും കവേർഡാണ്. എന്നാലും നമ്മൾ മസാല കളയേണ്ട ആവശ്യമില്ലല്ലോ. ഇതത്രയും സ്വാദുള്ളൊരു മസാലയാണ്. അത് കംപ്ലീറ്റായിട്ട് മീനിലിങ്ങനെ തേച്ച് വയ്ക്കുക. അങ്ങനെ നമ്മളുടെ കരിമീൻ മസാല റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഒരു ഫൈനൽ അലങ്കാരം. ശരിക്കും പറഞ്ഞാൽ അലങ്കാരത്തിൻ്റെ ആവശ്യമില്ല, കാര്യം ആ വറുത്തെടുത്ത കറിവേപ്പില അതിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. എന്നാലും ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു പച്ച കളർ ഇരിക്കട്ടെ. ഫ്രഷ് കറിവേപ്പില 2 എണ്ണം അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വയ്ക്കും. ഓക്കെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡിയായി. ഇനി ഇത് നമ്മൾ അലങ്കരിച്ച് ഈ ഒരു രീതിയിൽ തന്നെ തീന്മേശപ്പുറത്തേക്ക് കൊണ്ടുപോയി വിളമ്പാവുന്നതാണ്. പിന്നെ എന്താ പറയേണ്ടത്, ഇത് സ്വാദിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ആപ്പം, പുട്ട്, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയൊരു നല്ല നാടൻ വിഭവമായിരിക്കും. അപ്പോൾ ഇത് കഴിക്കുന്ന ഒരാൾക്ക് ഒരു പീസ് അല്ലെങ്കിൽ ഇതിപ്പോൾ ചെറുതല്ലേ, ഒരു മീഡിയം സൈസല്ലേ ഉള്ളൂ കരിമീൻ. അപ്പോൾ ഒരാൾക്ക് ഒരെണ്ണം കൊടുക്കാം. അപ്പോൾ ഒരെണ്ണം എടുക്കുന്ന ആളിന് ആവശ്യാനുസരണം മസാല രണ്ട് സൈഡിലും ഉണ്ട് മീനിൽ. അപ്പോൾ മീനിൻ്റെ കഷ്ണത്തോടൊപ്പം തന്നെ ആ മസാലയും കൂടി ചേർത്തിട്ട് ഇപ്പോൾ പുട്ടിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ അത് തന്നെ ഒരു നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സൈഡ് ഡിഷ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു ഒരു സ്ക്വാഷാണ്. സ്ക്വാഷ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ നമ്മൾക്ക് തയ്യാറാക്കി കുപ്പിയിൽ ആക്കി സൂക്ഷിക്കാൻ പറ്റിയ കാര്യമാണ്. അത് ഒരു ദിവസം കൊണ്ട് കുടിച്ച് തീരുന്നതല്ല, ദിവസങ്ങളോളം വെച്ച് നമ്മൾക്ക് കുടിക്കാൻ പറ്റിയ കാര്യം. പിന്നെ ഇതൊരു ബിസിനസ് ആയിട്ട് വേണമെങ്കിലും തുടങ്ങാൻ പറ്റിയൊരു സംരംഭമാണ്. അതായത് സ്ക്വാഷ്, ജാം, പിക്കിൾസ്, ഇതെല്ലാം തന്നെ വീട്ടമ്മമാർക്ക് ഒരു കുടിൽ വ്യവസായം പോലെ ചെയ്യാൻ പറ്റുന്ന കാര്യവുമാണ്. അപ്പോൾ നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു സ്ക്വാഷ്, ഇത് തന്നെ ഈ രീതിയിൽ പലതരം ഫ്രൂട്ട് ജ്യൂസ് കൊണ്ട് നമ്മൾക്ക് സ്ക്വാഷ് തയ്യാറാക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെമൺ സ്ക്വാഷാണ്. ലെമൺ സ്ക്വാഷ് എന്ന് പറയുമ്പോൾ നാരങ്ങ കൊണ്ടുള്ളൊരു സ്ക്വാഷ്. നാരങ്ങ നമുക്ക് സീസണൽ ഫ്രൂട്ട് എന്ന് പറയാൻ പറ്റില്ല, എപ്പോഴും കിട്ടുന്ന ഒരു കാര്യമാണ് നാരങ്ങ, ചെറുനാരങ്ങ. അതേസമയം ചെറുനാരങ്ങയ്ക്ക് വളരെ വില കുറഞ്ഞിരിക്കുന്ന ചില സമയം ഉണ്ടാവും. ആ സമയത്താണ് നമ്മൾ സീസണാണെന്ന് പറയും, ചെറുനാരങ്ങയുടെ സീസൺ. അപ്പോൾ ഒരുപാട് ലാഭമാണ്. ഇപ്പോൾ ഒരു പക്ഷേ നാരങ്ങ വാങ്ങാൻ പോയാൽ ഒരു നാരങ്ങയ്ക്ക് നമ്മൾ 5 രൂപ എല്ലാം കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ 6 രൂപ ഒരു നാരങ്ങയ്ക്ക്. പക്ഷേ ഒരുപാട് കിട്ടുന്ന സമയം ആണെങ്കിൽ ധാരാളമായിട്ട് നാരങ്ങ വാങ്ങി ഇതുപോലെ അതിൻ്റെ ചാറെടുത്ത് നമ്മൾ സ്ക്വാഷ് തയ്യാറാക്കി വെച്ചാൽ കുറേ ദിവസം കേടാകാണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മളൊരു 50 നാരങ്ങയിൽ നിന്നും പിഴിഞ്ഞെടുത്ത ചാറ്, ഏകദേശം 2.5 കപ്പ് അളവ് പറയുകയാണെങ്കിൽ 2.5 കപ്സ്, 240 ml 2.5 കപ്പാണ് എൻ്റെ അളവ്. അതിന് 1 കിലോ പഞ്ചസാര, പിന്നെ 1/2 ലിറ്റർ വെള്ളം, ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഒരല്പം സിട്രിക് ആസിഡ്, പിന്നെ പ്രിസർവേറ്റീവ് എന്ന് പറയുമ്പോൾ KMS. പ്രിസർവേറ്റീവ് നമ്മളത് കേടാകാണ്ട് കുറച്ച് ദിവസം ഇരിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൽ പ്രിസർവേറ്റീവ് ചേർക്കണം. കുപ്പിയിലാക്കി വിൽക്കുകയാണെങ്കിൽ, വീട്ടാവശ്യത്തിനാണെങ്കിൽ ഇപ്പോൾ KMS ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് ദിവസത്തേക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നാൽ മതി. അങ്ങനെ കൊണ്ടാക്കി തുടങ്ങാം അല്ലേ. നമ്മളുടെ ലെമൺ സ്ക്വാഷ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുനാരങ്ങ നീര് 2.5 കപ്പ്, പഞ്ചസാര 1 കിലോ, വെള്ളം 2.5 കപ്പ്, സിട്രിക് ആസിഡ് 1/2 ടീസ്പൂൺ, ലെമൺ എസൻസ് 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ആകാം, KMS 1/4 ടീസ്പൂണിൻ്റെ പകുതി. ഇനി നമുക്ക് ലെമൺ സ്ക്വാഷ് തയ്യാറാക്കാം. അപ്പോൾ ഇവിടെ നാരങ്ങ നീര് റെഡി ആയിരിക്കുവാണ്. 50 നാരങ്ങ പിഴിഞ്ഞെടുത്ത നീര്, 1 കിലോ പഞ്ചസാര, പിന്നെ 1/2 ലിറ്റർ വെള്ളം, അതായത് ഏകദേശം ഒരു 2 കപ്പ് വെള്ളം. ഇത്രയും കാര്യങ്ങൾ ആദ്യമേ റെഡി. ഇനി നമ്മൾ അടുപ്പ് കത്തിക്കുന്നു.
എന്നിട്ട് പാത്രം അടുപ്പിലേക്ക് വയ്ക്കും. അപ്പോൾ പാത്രത്തിലേക്ക് നമ്മൾ 1 കിലോ പഞ്ചസാരയും അതിനോടൊപ്പം 1/2 ലിറ്റർ വെള്ളം, 2 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കുക എന്ന് പറയുമ്പോൾ ഈ പഞ്ചസാര അലിയും. എന്നിട്ട് ഈ ഷുഗർ സിറപ്പ് ഒന്ന് തിളയ്ക്കണം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് ശരിക്കും നല്ല പുളിയാണ്. നാരങ്ങ കൊണ്ടുള്ള സ്ക്വാഷിന് എത്രത്തോളം സിട്രിക് ആസിഡ് ചേർക്കണം എന്നുള്ളത് എന്താ പറയുക, നമ്മൾ അവിടെ ഒരു ഇഷ്ടം അനുസരിച്ചിട്ടാണ്. കാര്യം ഇത് ഓൾറെഡി പുളിയാണ്. എന്നാൽ പോലും നാരങ്ങയുടെ പുളി ഉണ്ടെങ്കിലും പഞ്ചസാര ഇത്രയും ചേർക്കില്ല. അപ്പോൾ ഒരു ചെറിയൊരു പുളി അഡീഷണലായിട്ട് നമ്മൾ ചേർക്കണം. അതിനാണ് നമ്മൾ സിട്രിക് ആസിഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 1/2 ടീസ്പൂൺ ചെറിയ തരി പഞ്ചസാര മാതിരി ഇരിക്കും സിട്രിക് ആസിഡ്. ഇത് വാങ്ങാൻ കിട്ടും പ്രൊവിഷൻ സ്റ്റോഴ്സിൽ. പിന്നെ ഇതൊരു 1/2 ടീസ്പൂണാണ് ഞാൻ അളവ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നും 1/4 ടീസ്പൂൺ ആദ്യമേ തന്നെ നമ്മൾ ഈ പഞ്ചസാര ലായനിയിലേക്ക് ചേർക്കണം. പഞ്ചസാരയും വെള്ളവും കൂടിയുള്ള തിളയ്ക്കാനായിട്ടിട്ടിരിക്കുന്ന ഈ ഒരു മിശ്രിതം. അത് എന്തിനാണ് എന്ന് വെച്ചാൽ ഈ സിട്രിക് ആസിഡിൻ്റെ ഒരു പകുതി, നമ്മൾ പറഞ്ഞ അളവിൽ നിന്നും പകുതി 1/4 ടീസ്പൂൺ ചേർക്കുമ്പോൾ ഈ പഞ്ചസാരയിലെ അഴുക്കെല്ലാം നന്നായിട്ട് ഇളക്കി വരും. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. അപ്പോൾ സിട്രിക് ആസിഡ് നമ്മൾ അളവെന്ന് പറഞ്ഞാൽ 1/2 ടീസ്പൂണാണ് ടോട്ടൽ. ഇത് ഈ ഒരു ലെമൺ സ്ക്വാഷിന് 1/2 ടീസ്പൂണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പകുതി, അതായത് 1/4 ടീസ്പൂൺ നമ്മൾ ആദ്യമേ തന്നെ ഈ പഞ്ചസാര വെള്ളം മിശ്രിതത്തിലേക്ക് മാറ്റാൻ പോകണം. ഇത് ചെറിയ തരി പഞ്ചസാര മാതിരി ആയിരിക്കും, പക്ഷേ ഇതൊരല്പം ഒന്ന് വായിൽ വെച്ച് നോക്കും, നല്ല പുളിയായിരിക്കും. സഹിക്കാൻ പറ്റുന്ന പുളിയല്ല, അത്രയ്ക്ക് പുളിയാണ്. ഒരു 1/4 ടീസ്പൂൺ ആദ്യം നമുക്ക് ഈ പഞ്ചസാരയുടെ കൂട്ടത്തിൽ ചേർക്കാം. പഞ്ചസാര തിളപ്പിക്കാനായിട്ട് പഞ്ചസാര ലായനി ഈ വെള്ളം. അപ്പോൾ ഈ പഞ്ചസാരയിലെ അഴുക്കെല്ലാം നന്നായിട്ട് ഇളകി വരും. അത് കഴിഞ്ഞിട്ട് നമ്മളിത് നന്നായിട്ടിത് മെൽറ്റായി അത് അലിഞ്ഞ് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു തുണിയിലൂടെ അരിച്ച് മാറ്റണം. എല്ലാ അഴുക്കും അന്നേരം മാറിക്കിട്ടും. കണ്ടില്ലേ, തിളച്ച് തുടങ്ങിയപ്പോൾ തന്നെ ആ പഞ്ചസാരയിലെ അഴുക്കെല്ലാം ഇളകി തുടങ്ങി. ഈ വൈറ്റായിട്ട് ഇങ്ങനെ മുകളിലിങ്ങനെ പദമാതിരി വന്നിരിക്കുന്ന ആ പഞ്ചസാരയിലെ അഴുക്കാണ്. ഇതെല്ലാം പഞ്ചസാരയിലെ മാലിന്യം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു. അതിൻ്റെ അഴുക്കെല്ലാം മുകളിലേക്ക് പൊങ്ങി വന്നു. ഇനി വേറൊന്നും ചെയ്യാനില്ല. ഇത് നമ്മളൊരു തുണിയിലൂടെ, ഒരു മൽമൽ തുണിയാണ് വൈറ്റ്, അതിലേക്ക് ഞാൻ അരിപ്പയുടെ മുകളിൽ തുണി ഇട്ടിരിക്കുകയാണ്, നനച്ച് പിഴിഞ്ഞ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒഴിക്കും. അപ്പോൾ ഈ അഴുക്കെല്ലാം ആ തുണിയിൽ പറ്റി പോകും. തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കും. തുണിയിലൂടെ അരിക്കുകയാണ് നമ്മൾ. അപ്പോൾ എല്ലാ അഴുക്കും നമ്മൾ തുണിയിലൂടെ അരിച്ചു മാറ്റി. നോക്കൂ, ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ഷുഗർ സിറപ്പ് റെഡിയാണ്. അപ്പോൾ നമ്മുടെ ശുദ്ധമായ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിരിക്കുവാണ്. ഒരു തരം മാലിന്യവും ഇതിനകത്തില്ല. വളരെ പ്യുവർ ആയിട്ടുള്ള ഷുഗർ സിറപ്പ്. ഇത് തണുക്കാനായിട്ട് റൂം ടെമ്പറേച്ചർ, അതായത് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവ്, ആ ഒരു ടെമ്പറേച്ചർ നല്ല ലെവൽ തണുക്കണം. തണുക്കുന്നവരെ ഫാനിട്ട് തണുപ്പിക്കുക. തണുത്ത് കഴിഞ്ഞ ശേഷം മാത്രമേ ഇതിൽ ബാക്കി കാര്യങ്ങൾ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊരു അല്പസമയം നമ്മൾ ഫാനിൻ്റെ താഴെ വെച്ചിട്ട് ഇളക്കി അതിൻ്റെ ആ ചൂട് മാറ്റാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന നാരങ്ങയുടെ നീര് 2.5 കപ്പുണ്ട്, അതിലേക്ക് ചേർക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്ത ഷുഗർ സിറപ്പിലേക്കാണ് നാരങ്ങയുടെ നീര് ചേർക്കുന്നത്. സിട്രിക് ആസിഡ് നമ്മൾ 1/4 ടീസ്പൂണാണ് ചേർത്തത്. ഇനി ഒരു 1/4 ടീസ്പൂൺ ബാക്കിയുണ്ട് അളവനുസരിച്ച്. അപ്പോൾ ടോട്ടൽ 1/2 ടീസ്പൂൺ സിട്രിക് ആസിഡ്, അതിൽ 1/4 ടീസ്പൂൺ നമ്മൾ പഞ്ചസാര തിളപ്പിച്ച് ആ സ്റ്റേജിലാണ് ചേർത്തത്, ആ അഴുക്ക് മാറ്റാനായിട്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ സിട്രിക് ആസിഡ്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ചേർത്തിട്ട് അതിലേക്ക് ഈ ജ്യൂസിൽ നിന്നും കുറച്ച് ഒഴിച്ച് ഇളക്കാം. അല്പം എടുത്തിട്ട് എന്നിട്ട് അലിയുന്നത് വരെ ഇതിലേക്ക് തന്നെ 2 കാര്യങ്ങൾ കൂടി ചേർക്കാം. ഒന്ന് പ്രിസർവേറ്റീവാണ്. പ്രിസർവേറ്റീവ് എന്ന് പറയുമ്പോൾ ഇത് KMS എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ്. ഇത് ഇങ്ങനെയുള്ള സ്ക്വാഷുകളിലെല്ലാം ഈ KMS ആണ് ചേർക്കേണ്ടത്. അല്ലാണ്ട് ഗ്രേപ്പ് ജ്യൂസ് അല്ലെങ്കിൽ മാങ്ങ കൊണ്ടുണ്ടാക്കുന്ന സ്ക്വാഷ്, അതിനെല്ലാം വേണമെങ്കിൽ സോഡിയം ബെൻസോവേറ്റ് ചേർക്കാം. പക്ഷേ ഇതിന് KMS ആണ് നല്ലത്. ഇതിപ്പോൾ ശരിക്കും അളവെന്ന് പറയുന്നത് 3/4 ടീസ്പൂൺ എടുത്തിട്ട് അതിൻ്റെ പകുതി
ഈ അളവിന് അത്രേ ആവശ്യമുള്ളൂ. ഇതിപ്പോൾ ഒരു 3/4 ടീസ്പൂണാണ്. അതിൻ്റെ പകുതി ഇതിലേക്ക് ചേർക്കാം. 3/4 ടീസ്പൂണിൻ്റെ പകുതി. ഇതിൽ ഇച്ചിരി കട്ടയൊക്കെ ഉണ്ടാവും, അപ്പോൾ ആ തരിയെല്ലാം ഒന്ന് അലിയിക്കാനാണ് കുറച്ച് ക്വാണ്ടിറ്റിയിലെടുത്ത് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ സിട്രിക് ആസിഡും ഉണ്ട് 1/4 ടീസ്പൂൺ. ഇപ്പോൾ KMS എന്നുള്ള പ്രിസർവേറ്റീവും നമ്മൾ ചേർക്കുക. അത് 3/4 ടീസ്പൂൺ എടുത്തിട്ട് അതിൻ്റെ നേർപകുതി. ഇനി കുറച്ച് എസെൻസ്, ലെമൺ എസെൻസ്, അതും ഒരു 3/4 ടീസ്പൂണിൻ്റെ പകുതി. ഒരു 3/4 ടീസ്പൂൺ എടുക്കുക. എന്നിട്ട് ഇത് 1 ടീസ്പൂൺ ഇല്ല, 3/4, അതിൻ്റെ പകുതി. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും നമ്മൾ ഒരു തുണി ഇട്ടിട്ട് അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ച് മാറ്റണം. കാര്യം കുറച്ച് തരിയെല്ലാം ഉണ്ട്. നാരങ്ങാ നീര് നമ്മൾ അരിച്ചെടുത്തതാണ്, എന്നാൽ പോലും ഞാൻ തുണിയിലല്ല അരിച്ചത്, അതുകൊണ്ട് ഒരല്പം തരിയുണ്ട്. ഒരു പക്ഷേ നമ്മൾ നാരങ്ങാ നീര് എടുക്കുമ്പോൾ തന്നെ തുണിയിൽ അരിച്ചെടുക്കുകയാണെങ്കിൽ ഈ രണ്ടാമത്തെ അരിക്കൽ ഒഴിവാക്കാം. പകരം ഇപ്പോൾ നമ്മളിങ്ങനെ അലിയിച്ചെടുത്ത കാര്യങ്ങൾ ഒരു ചെറിയ അരിപ്പയിലൂടി ഒരു തുണി ഇട്ടിട്ട് അരിച്ച് ഇതിനകത്തേക്ക് ചേർത്താൽ മതിയാകും. ഇതിപ്പോൾ കുഴപ്പമില്ല, ഇത് നമുക്കിതെല്ലാം കൂടി ഒന്നിച്ചാക്കാം. ഇനി നമുക്ക് ഒരു തുണിയിലൂടെ അരിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ലെമൺ സ്ക്വാഷ് ഇവിടെ റെഡിയാണ്. ഇത് കുപ്പികളിലേക്ക് പകർന്ന് നന്നായിട്ട് അടച്ച് സൂക്ഷിച്ചാൽ എത്ര നാളാണെങ്കിലും കേടാകാണ്ടിരിക്കും. പിന്നെ ഒരു ലേബലൊക്കെ വെച്ചിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ബിസിനസ് സംരംഭമാക്കണം എന്നുള്ളവർക്ക് ഒരു പേരൊക്കെ ഇട്ട് ലേബലൊക്കെ ഒട്ടിച്ചിട്ട് കുപ്പികളിലാക്കി വിൽക്കുകയും ചെയ്യാം. ഇത് നമ്മളിനി ഇതിൻ്റെ മിക്സിങ്. അപ്പോൾ സ്ക്വാഷ് ആരെങ്കിലും അതിഥികൾ വന്നാൽ കൊടുക്കുന്നതിനൊരു രീതിയുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾക്ക് കുടിക്കാൻ എങ്ങനെയാണ്, കുറച്ചെടുക്കുക, സിറപ്പ് കുറച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇത് ചില വലിയ ഗ്ലാസ്സാണ്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ സിറപ്പ് വേണം. വെള്ളം. അങ്ങനെ വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ലെമൺ സ്ക്വാഷ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ സ്ക്വാഷ് ഉണ്ടാക്കി നമ്മൾ ഇതിപ്പോൾ ഈ അളവിൽ നിന്നും 1.5 ലിറ്റർ, അതായത് ഏതാണ്ട് 1.5 കുപ്പി, 1.5 ലിറ്ററാണ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുക. അപ്പോൾ ആവശ്യാനുസരണം സിറപ്പ് ഒഴിക്കുക, തണുത്ത വെള്ളം ഒഴിക്കുക, അതിൻ്റെ മുകളിൽ ഐസ് ഇട്ട് കുടിക്കുക. നല്ല റിഫ്രഷിംഗ് ആയിരിക്കും. നമുക്ക് ശരിക്കും നല്ല ദാഹമൊക്കെ മാറി എളുപ്പമല്ലേ കാര്യങ്ങൾ. വീട്ടിൽ അതിഥികൾ വന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ എന്തായാലും വീട്ടിൽ തന്നെ നമ്മൾക്ക് സ്ക്വാഷ് തയ്യാറാക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഇത് നാരങ്ങയുടെ സ്ക്വാഷ്, ലെമൺ സ്ക്വാഷ്. ഇതുപോലെ ഏത് ഫ്രൂട്ടിൻ്റെ ജ്യൂസിൽ നിന്നും വേണമെങ്കിലും നമുക്ക് സ്ക്വാഷ് തയ്യാറാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് ആമിലൂടെ കാണാം.